ജീവിതത്തിൽ ഇന്നലകളിൽ കടന്നുപോയ പ്രതിസന്ധി ഘട്ടം അതൊത്തിരി നമ്മളെ വേദനിപ്പിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചവരാരും നമ്മുടെ കൂടെ നിൽക്കാതെ ഏകാന്തതയുടെ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയി. ഒത്തിരി ഹൃദയത്തിന് വേദനയും മുറിവും ഉണ്ടാക്കിയ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞു പോയത്. എന്നാൽ എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നാളുകളിൽ നമ്മെ കാത്തിരിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രതിസന്ധികളും വേദനകളുമാണെന്ന് നമുക്കിന്ന് തന്നെ അറിയാം. ആ പ്രതിസന്ധി ഘട്ടത്തിൽ നാം ഒറ്റയ്ക്കാണെന്ന് ഇന്നലകളിലെ ജീവിതാനുഭവം നമ്മെ പഠിപ്പിച്ചു. ഒത്തിരി വേദനയാണ്. ഇന്നലകളെ ആലോചിക്കുമ്പോൾ വേദന, നാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കുന്നതും ഒത്തിരി വേദനയാണ്. അങ്ങനെ വേദനയാൽ ഭാരപ്പെട്ട് നിൽക്കുന്ന ഇന്നിൻ്റെ ഈ അവസ്ഥ ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്ന പ്രിയ ദൈവവേദലെ, നിന്നോട് പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ പറയുക, ഇന്നലകളിൽ പ്രതിസന്ധി വന്നപ്പോൾ, നാളുകളിൽ പ്രതിസന്ധി വരുമെന്ന് അറിഞ്ഞപ്പോഴും ഇന്നിൻ്റെ അനുഭവത്തിൽ നീ ദൈവത്തോട് പറ്റി നിൽക്കാനുള്ള മനസ്സ് നിൻ്റെ ജീവിതത്തിൽ കാണിക്കുന്നത് കൊണ്ട് നിന്നെ വിളിച്ച ദൈവം, നിന്നെ വിടുവിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന യേശുപ്പ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ പരാജയപ്പെട്ടു പോകാൻ ആ യേശുപ്പ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ധൈര്യമായിരിക്കും. പ്രതിസന്ധികളല്ല ജയിക്കാൻ പോകുന്നത്, പ്രശ്നങ്ങളല്ല ജയിക്കാൻ പോകുന്നത്. അതിൻ്റെ നടുവിൽ ദൈവത്തോട് പറ്റിയിരിക്കുന്ന നീ ജയിക്കുന്നത് നീ കാണുവാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.